സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനും ജീവിത വിജയം നേടുന്നതിനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് നാഗാരാധന. പാതാളത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിച്ചു പോരുന്ന നവനാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് അത്യുത്തമമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ പുത്രനായ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരാണ് നവനാഗങ്ങൾ എന്നാണ് വിശ്വാസം. കശ്യപൻ ഒരിക്കൽ തൻ്റെ ഭാര്യമാരായ കദ്രുവിനോടും വിനതയോടും ഇഷ്ടവരങ്ങൾ ചോദിച്ചു. തനിക്ക് 1000 നാഗങ്ങളെ സന്തതികളായി ലഭിക്കണം എന്നായിരുന്നു കദ്രു ആവശ്യപ്പെട്ട വരം. കശ്യപൻ വരം നൽകിയതിനെ തുടർന്ന് കദ്രു 1000 മുട്ടകളിട്ടു. 500 വർഷങ്ങൾക്ക് ശേഷം അവ വിരിഞ്ഞു. 1000 നാഗങ്ങളെ കദ്രുവിന് സന്തതികളായി ലഭിച്ചു. കന്നിമാസത്തിലെ 1000 നാളിലാണ് സർപ്പസന്തതികൾ ജനിച്ചത് എന്നാണ് വിശ്വാസം. ഇവരിൽ മൂത്തപുത്രനായ അനന്തൻ മുതൽ ആദ്യം ജനിച്ച 9 നാഗങ്ങളെയാണ് നവനാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അനന്തൻ, വാസുകി, കാർക്കോടകൻ, തക്ഷകൻ, പത്മൻ, മഹാപത്മൻ, ശംഖൻ, ഗുളികൻ, കർക്കൻ ഇവരെല്ലാമാണ് നവനാഗങ്ങൾ. നവനാഗങ്ങളെ ആരാധിച്ചാൽ വിഷഭയമുണ്ടാവില്ല എന്നാണ് വിശ്വാസം. സർപ്പദോഷമകറ്റുന്ന മന്ത്രമായതിനാൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കും ഗർഭിണികൾക്കും എല്ലാം മന്ത്രോച്ചാരണം അത്യുത്തമമാണ്. ഈ മന്ത്രം സർവ്വവിജയത്തിന് കാരണമാകുന്ന ഒന്നാണ്. കദ്രു 1000 നാഗങ്ങളെ സന്തതികളായി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിനത ചോദിച്ച വരം കദ്രുവിൻ്റെ മക്കളേക്കാൾ തേജസ്വികളും പരാക്രമികളുമായ 2 പുത്രന്മാരെ തനിക്ക് വേണമെന്നായിരുന്നു. അങ്ങനെ കശ്യപൻ വിനതയ്ക്ക് നൽകിയ വരഫലമായി ജനിച്ച പുത്രന്മാരാണ് ഗരുഡനും അരുണനും.